അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നോമ്പ് കാലത്ത് ചില മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ മരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം നോമ്പ് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, വായിലൂടെയോ അല്ലെങ്കിൽ നേർക്ക് നേരെ ആമാശയത്തിലേക്ക് പോകുന്ന, ഉള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള മരുന്നുകളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർക്കിടയിലെ നേർക്ക് നേരെയുള്ള അഭിപ്രായങ്ങൾ. എന്നാൽ ചില മരുന്നുകൾ, പ്രത്യേകിച്ച് ഓയിൻമെൻറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് ശരീരത്തിൻ്റെ പുറത്ത് പുരട്ടാനുള്ളതാണ്. ഹിജാമ ചികിത്സ നടത്തുകൊണ്ട് കുഴപ്പമില്ല. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ, പ്രവാചകൻ ഹിജാമ ചികിത്സ നടത്തിയിട്ടുണ്ട്. വഹുവ മുഹ്രിം വഹ്തജമ വഹുവ സ്വായിം, നോമ്പുകാരനായിരിക്കുകയും ഇഹ്റാമിലായിരിക്കുകയും. അപ്പോൾ ഇഹ്റാമിൻ്റെ സമയത്തും നോമ്പിൻ്റെ സമയത്തും ഹിജാമ ചികിത്സ അനുവദനീയമാണ്. ഇഞ്ചക്ഷൻ ചെയ്യുക, ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. യജൂസു തദാവി ബിൽ ഹുക്ൻ, ഇഞ്ചക്ഷൻ എടുക്കൽ നോമ്പുകാരന് അനുവദനീയമാണ്. ഫിൽ അളലി വൽ വരീദി ലിസ്വാഇമി ഫി നഹാരി റമളാൻ, റമളാന്റെ പകലിൽ. വലാ യജൂസു ലിസ്വാഇമി തഅതി ഹുക്ന തഗ്ദിയതി ഫി നഹാരി റമളാൻ, എന്ന റമളാന്റെ പകലിൽ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അനുവദനീയമല്ല. ലിഅന്നഹു ഫിൽ ഹുക്മി തനാവുലി തുആം വശറാബ്, അന്നപാനീയങ്ങൾ കഴിക്കുന്ന വിധി തന്നെയാണ് ഉന്മേഷം കിട്ടാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുന്ന വിധി എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി ലജനത്തുൽ ദായിമയുടെ ഫത്വയിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇൻസുലിനുമായി ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർ പറയുന്നത്, ലഹറജ അലൈക ഫി അഖ്ദിൽ ഇബ്റത്തിൽ മദ്കൂറ നഹാറൽ ഇലാജ്, ചികിത്സയുടെ ഭാഗമായി ഇൻസുലിൻ പോലെയുള്ള ഇഞ്ചക്ഷനുകൾ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വല ഖല അലൈക, അതുകൊണ്ട് നീ ഖലാ വീട്ടേണ്ടതും ഇല്ല എന്നാണ്. എന്നാൽ മറ്റു ഇപ്പോൾ സിറപ്പ് പോലെ, ടാബ്ലറ്റ് പോലെ നേർക്ക് നേരെ ഉപയോഗിക്കുന്ന ഇതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അശ്ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീർ ല യസ്തതിഉനി അൻ യസൂമ ഫയതിഅമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീനൻ, മാറാരോഗികൾ അഥവാ എപ്പോഴും മരുന്ന് ഉപയോഗിക്കേണ്ടതായ ടാബ്ലറ്റ് പോലെ, സിറപ്പ് പോലെ, അല്ലെങ്കിൽ മറ്റു വലിയ അസുഖങ്ങൾ ബാധിച്ചവർ, ഇവർ പ്രായം ചെന്ന ആളുകളുടെ വിധിയാണ്. അതായത് പ്രായം ചെന്ന നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി ഇല്ലാത്ത ആളുകൾക്കും അസുഖബാധിതരായ ആളുകൾക്കും നോമ്പിന് പകരം ഫിദിയ കൊടുത്താൽ മതി എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ ഓയിൽമെൻറ്റ് തേക്കുന്നത് കൊണ്ടോ, ഹിജാമ ചികിത്സ നടത്തുന്നത് കൊണ്ടോ, കണ്ണ് എഴുതുന്നത് കൊണ്ടോ, ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടോ, ഏത് ഇഞ്ചക്ഷൻ ശരീരത്തിന് ഉന്മേഷം നൽകുന്ന ഇഞ്ചക്ഷൻ അല്ല, മറിച്ച് രോഗചികിത്സക്ക് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടോ, ഇൻസുലിൻ കുത്തിവെക്കുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് മുറിയുകയില്ല എന്ന് മനസ്സിലാക്കുക. സുറുമ എഴുതിയത് കൊണ്ടോ, മൈലാഞ്ചി ഇട്ടത് കൊണ്ടോ, കണ്ണെഴുതിയത് കൊണ്ടോ, സുഗന്ധം പൂശിയത് കൊണ്ടോ ഒന്നും നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. ഈ വിഷയത്തിൽ ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.